അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗ വസന്തത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്ന ഈ വേദിയിൽ ആദരവായ മുത്തുനബിയുടെ ഒരു ചരിത്രകഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അങ്ങകലെ മക്കയിൽ നടന്ന കഥയാണിത്. സൂര്യൻ അതിന്റെ ഗൗരതാപം കസറത്ത് എന്ന മൈതാനത്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. കാലിച്ചന്തയിലെ കാലികളും ഉടമകളും വെയിലിൽ വിയർത്തു പോയിട്ടുണ്ട്. പരീക്ഷണമായ മൃഗങ്ങൾ വിറ്റുപോയി. യമനിലെ സുബൈദ് ഗോത്രത്തിലെ ഒരു യുവാവ് കർഷകൻ മൂന്ന് മുന്തിയ ഒട്ടകവുമായി ചന്തയിലെത്തിയാൽ ലക്ഷണമൊത്തോട്ടുക ചൂടപ്പം പോലെ ചെലവാകുന്നു. രാവിലെ ഒരാൾ വില പറഞ്ഞു പോയതാണ്. പിന്നെ ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കാറായി. ഒരാളും അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു കച്ചവടക്കാരോട് സമീപിച്ചു. കൂടോത്രവും പറ്റിയതാണോ എന്ന് സമീപിച്ചു. അതിന് പരിഹാരം ചെയ്യാം, അല്ലെങ്കിൽ കണ്ണീരോ പറ്റിയതാണെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളോട് സമീപിക്കാം. ഒരു കച്ചവട യുവാവിനോട് സമീപിച്ചു. അപ്പോൾ ആ കച്ചവട യുവാവ് പറയുകയാണ്, അത് കണ്ണീരും കൂടോത്രവുമല്ല. നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് രാവിലെ വില പറഞ്ഞത് അബുൽ ഹക്കമാണ്. അബുൽ ഹക്കം പറഞ്ഞ വിലക്ക് ഒരാളും വില പറയുകയില്ല. വില പറഞ്ഞാൽ അവരുടെ മൃഗവും വാങ്ങിയ വിലയും അബുൽ ഹക്കമിൻ്റെ ആണ്. അപ്പോൾ ആ യുവാവ് കർഷകൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടി. കാബയുടെ അടുത്ത് എത്തിയപ്പോൾ കൈ രണ്ടും വായയുടെ അടുത്ത് വെച്ച് ഉറക്കെ പറഞ്ഞു, കുറേശികളെ, ഇവിടെ എങ്ങനെ ചിലക്കുകൾ ഇറങ്ങും? ഇവിടെ എങ്ങനെ സാധനങ്ങൾ വിൽക്കും? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തത് കണ്ടപ്പോൾ അയാൾ കാബയുടെ ചുറ്റും പരക്കം പാഞ്ഞു. അപ്പോൾ അതാ ആ മൂലയിൽ ഒരു നേതാവും കൂട്ടം കൂടി നിൽക്കുന്ന സ്വഹാബികൾ. അപ്പോൾ ഈ യുവാവ് കർഷകൻ മനസ്സിലാക്കി, ഇവിടെ എനിക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് മുന്നോട്ട് പോയി. അതാരാണെന്നറിയുമോ? അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് ആ യുവാവ് കർഷകന് അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ തന്റെ സങ്കടമൊക്കെ പറഞ്ഞു. ഞാൻ യമനിൽ നിന്ന് വന്നതാണ്. എന്റെ ഒട്ടകങ്ങളെ ഒരാൾ വില പറഞ്ഞു മുടക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേലുള്ള മുണ്ട് വിരിച്ച് കൊടുത്തു. ഒട്ടകം പ്രസവിക്കുന്ന എനിക്ക് സ്വന്തം മുണ്ട് വിരിച്ചു കഴിഞ്ഞു. ഇവിടെ എനിക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകങ്ങൾ ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ എത്ര വിലയോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ കർഷക യുവാവ് പറഞ്ഞു 100 പണം എന്ന് പറഞ്ഞു. 90 ആയാലോ അതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇത് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞു കൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ്. ചന്തയിൽ പോയി പറയുകയാണ്, ലക്ഷണമൊത്ത ഒട്ടകങ്ങളുണ്ട്, വേണ്ടവർക്ക് വാങ്ങി പോകാം എന്ന് പറഞ്ഞപ്പോൾ കർഷക യുവാവിന് തോനെ പൈസകൾ ലഭിക്കുകയാണ്. കർഷക യുവാവിന് എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.